നമ്മുടെ അനുമോള് ഷാനവാസിനെ വിളിക്കുന്നുണ്ട്. ഇക്ക ഇങ്ങോട്ടൊന്ന് വന്നേന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ഒന്നും പറയണ്ട എന്നാണ് ഷാനവാസ് പറയുന്നത്. എങ്കിലും അനുമോൾ പറയുന്നുണ്ട്, ഇക്ക ആ കൊയിൻ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്, അനീഷേട്ടൻ്റെ ആ കൊയിൻ അങ്ങ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, എന്തിനാ, ഞങ്ങളും ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതാന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നു, അയാളല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടതും കഥ പറഞ്ഞതുമല്ല, അതങ്ങ് കൊടുത്തേക്ക് ഇക്ക എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസ് സമ്മതിക്കുന്നില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. അനുമോളുടെ അടുത്തായിട്ട് ആദിലയും നൂറയൊക്കെ ഇരിപ്പുണ്ട്. അവരൊന്നും സംസാരിക്കുന്നില്ല. അവരാണല്ലോ അത് എടുത്തതും പിന്നീട് അത് ഷാനവാസിന് കൈമാറിയതും ഒക്കെ ആദിലയാണ്. അനീഷാണെങ്കിൽ പേപ്പറിൽ ഒരു കോയിനൊക്കെ ഉണ്ടാക്കി നെയിൽ പോളിഷൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വരച്ച് എല്ലാം അത് ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ഡമ്മി കോയിനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് വന്ന് അതും പിടിച്ചു പറിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഷാനവാസിനെ പറ്റിയിട്ട് പിന്നീട് അനീഷ് വന്നിരുന്ന് പറയുന്നത്, സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. വളരെ വേദനയോടെയാണ് അനീഷ സംസാരിക്കുന്നത്. ഷാനവാസ് ആണെങ്കിലും പല സമയത്തും ഈ ആദിലയും നൂറയും ഒക്കെ പറയുന്നതനുസരിച്ച് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്നുണ്ട് ഷാനവാസും ഒരു ഫ്രണ്ട്ഷിപ്പിന് യാതൊരു വാല്യൂവും കൊടുക്കുന്ന ഒരാളല്ല. ലാലേട്ടൻ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഫ്രണ്ട്സായി മാറിയതാണ് അനീഷിനറിയാം എല്ലാവരും എങ്ങനെയൊക്കെ നിൽക്കും, എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളത് അനീഷിന് നന്നായിട്ടറിയാം. ആ ഒരു രീതിയിലായിരുന്നു അനീഷ് ആദ്യം മുതൽ നിന്നത്. ലാലേട്ടൻ പറഞ്ഞതിൻ്റെ പ്രകാരം മാത്രമാണ് ഷാനവാസുമായിട്ടൊരു കൂട്ടുകൂടാനായിട്ട് ഈ അനീഷ് തയ്യാറായത് തന്നെ. പക്ഷേ ഇപ്പോൾ ഷാനവാസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ മുതലെടുത്തു, അതിനെ ചതിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.